DCC ട്രഷററുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. NM വിജയന്റെ വീട്ടിൽ നിന്ന് ഫോൺ കണ്ടെടുത്തു. NM വിജയന്റെ ബന്ധുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് CPIM പ്രതിഷേധവും ശക്തമാക്കിയിരിക്കുകയാണ്. സാനിയു മനോമി ചേരുന്ന വിശദാംശങ്ങളുമായി. സാനിയു, അന്വേഷണം ഊർജിതമാണ്. ഇപ്പോൾ ഫോൺ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം നിർണായകമായിരിക്കും ഇത്? ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴിയെടുത്തിട്ടുണ്ടല്ലേ? അതെ വിനിത, അതായത് NM വിജയന്റെ വീട്ടിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്തുന്നതിനിടെയാണ് ഏറ്റവും നിർണായക തെളിവ് എന്ന് കണക്കാക്കാനാവുന്ന മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുള്ളത്. മൊബൈൽ ഫോണിലായിരിക്കും അദ്ദേഹത്തെ പലരും വിളിച്ചിട്ടുണ്ടാവും. കാരണം പണം കൊടുക്കാനുള്ള ആളുകളൊക്കെ കൃത്യമായി വിളിക്കുന്നുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കാനുള്ള ആളുകളുടെ നമ്പറൊക്കെ അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, പണം ഇടപാട് എത്രത്തോളം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയും ഇന്നലെ വൈകിട്ടുമായാണ് ബന്ധുക്കളിൽ ചിലരെ ചോദ്യം ചെയ്തതായി മൊഴിയെടുത്തതായി പോലീസ് പറയുന്നത്. പക്ഷേ മകൻ്റെ മൊഴിയെടുക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല. അത് ഉടൻ തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം ഊർജിതമായി നടക്കുകയാണെന്ന് പോലീസ് പറയുന്നു. സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ രേഖകളടക്കം വീട്ടിൽ നിന്ന് പോലീസിനെ കണ്ടെടുക്കാനായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ആ മുദ്രപത്രത്തിലുള്ള ആളുകളുടെ അടക്കം മൊഴിയെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും വേണം. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ പണം കൊടുത്തു എന്ന് കരുതുന്ന ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലുള്ള ആളുകളുടെയും മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം CPM ഇപ്പോൾ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ MLAയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും വലിയൊരു ബഹുജന മുന്നേറ്റം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ DYFI സംസ്ഥാന സെക്രട്ടറി NM വിജയന്റെ വീട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നാളെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ദിവസമോ DYFIയും പ്രക്ഷോഭവുമായി രംഗത്തേക്ക് എത്തുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. MLA ഓഫീസിലേക്കടക്കം DYFI മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ദിവസമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഏതായാലും CPM സമരം ശക്തമാക്കുമ്പോൾ പോലീസ് അന്വേഷണവും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിനിത.